വളരെ മിനിമലായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് അതായത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു മാംഗോ കേക്ക് എങ്ങനെ ഉണ്ടാക്കാം നമുക്കൊന്ന് കണ്ടാലോ. എൻ്റെ കയ്യിൽ മാംഗോസ് ഇല്ലായിരുന്നു കേട്ടോ. മാംഗോസിൻ്റെ സീസണൊക്കെ കഴിയാറായില്ലേ, അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഫ്രഷ് മാംഗോസ് ഇല്ലായിരുന്നു. പിന്നെ ആണെങ്കിൽ വലിയ എക്സ്പെൻസസ് ഒന്നും ഇല്ലാതെ, അതായത് ഭയങ്കര കുറച്ച് വില കുറച്ച് ഒരു മാംഗോ കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നാലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ഒരു ഐഡിയ ആണ് കേട്ടോ തോന്നിയത്. പിന്നൊരു കാര്യം പറയണമല്ലോ, ഇതൊരു പേസ്ട്രി കേക്കാണ് കേട്ടോ. പേസ്ട്രി കേക്ക് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ആ, ഉം, പരത്തി എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 2 ലെയറായിട്ടാണ് ഇത് കട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ചേർത്തേക്കുന്നത് കണ്ടോ, ഗനാഷ്. ഗനാഷ് ഞാൻ ചേർത്തേക്കുന്നത് നമ്മുടെ മാംഗോയുടെ കോൺസെൻട്രേറ്റ് വാങ്ങിക്കാൻ കിട്ടും. ആ കോൺസെൻട്രേറ്റ് ഗനാഷിൽ, വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൽ ആഡ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് ഇതിനകത്ത് ഫില്ലിംഗ് ആയിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ക്രീം ആണെങ്കിലും വളരെ മിനിമലായിട്ടേ കൊടുത്തിട്ടുള്ളൂ. കാരണം അവർക്കധികം ക്രീമൊന്നും വേണ്ട. കുട്ടികൾക്ക് കഴിക്കാനാണ്, ക്രീം അധികം കൊടുക്കാറില്ല. അതുകൊണ്ട് വളരെ കുറച്ചാണ് എടുത്തേക്കുന്നത് കേട്ടോ, ക്രീമൊക്കെ ആണെങ്കിലും. അപ്പം ഇങ്ങനെയും നമുക്ക് മാംഗോ കേക്ക് ഉണ്ടാക്കാം. മാംഗോയുടെ സീസണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. പിന്നെ വേണമെങ്കിൽ ഒരു അതർ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രഷ് വാങ്ങിച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കാം. ക്രഷ് വാങ്ങിച്ചിട്ട് അതിന് ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ട് അങ്ങനെയും ഉണ്ടാക്കാം. അത് ഒരു രീതിയിൽ അങ്ങനെ ഉണ്ടാക്കാം. ഇതിപ്പം ഇങ്ങനെ ഒരു രീതി, പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ദെൻ ബൈ ബൈ.